ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹലുവയാണ്. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ബട്ടറോ നെയ്യോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ്. ഇത്ര ചേർക്കണം എന്നില്ല, ഞാനിവിടെ കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട്. എനിക്ക് സ്വീറ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഇതിൽ നിന്നിട്ട് 2-3 സ്പൂണ് കുറച്ചിട്ട് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് നന്നായി വെന്ത ശേഷം മാത്രം പഞ്ചസാര ഇടുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചതോ അല്ലെങ്കിൽ ഏലക്കായ പൗഡറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റിനായിട്ട്. നിങ്ങൾ ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹലുവ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.